അപ്പോൾ റമദാനിലും തറാവീഹുണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അതിൽ നിന്ന് തന്നെ കിട്ടി, ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി, റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്, റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്. റമദാൻ മാസത്തിൽ അല്ലാത്തൊരു തറാവീഹ് നാട്ടുകാരെ നിങ്ങൾ കിട്ടുക. എന്റെ ഈ വീഡിയോ വീക്ഷിക്കുന്ന ആളുകൾ, മുജാഹിദുകളാണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ മൗലവിമാര് പറയുന്നതിന് അന്ധമായി തലവെച്ച് കൊടുത്തുകൊണ്ട് എന്താണ് പറയുന്നതെന്ന് ചിന്തിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ആവേശം മൂത്തുകൊണ്ട് പിന്തുണ കൊടുക്കുന്ന ഒരു രീതി മാറ്റിവെച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. റമദാൻ അല്ലാത്ത ഒരു തറാവീഹ് നിങ്ങൾ കേട്ടു, എന്താണ് ഈ പറയുന്നത്? ഇത് അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഏതാ ഞാൻ അബദ്ധമല്ല. റമദാൻ അല്ലാത്ത ഒരു തറാവീഹ് ഉണ്ട് പോലും. റമദാൻ അല്ലാത്ത കാലത്ത് ഒരു തറാവീഹ് നാട്ടുകാർക്കാർക്കും പരിചയമല്ല. നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് മാത്രം പരിചയമുള്ള ഒരു തറാവീഹ്. റമദാൻ അല്ലാത്ത കാലത്ത് ഞാനൊരു തറാവീഹ് നിസ്കരിച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ട്? നിങ്ങൾ എന്തോ ഒരു വാദം വാദിക്കുക, അതിനൊരു ഹദീസ് ഉന്നയിക്കുകയും ചെയ്യുക. ഈ ഹദീസും ഈ വാദവും തമ്മിൽ ഒരു ബന്ധമല്ല. എന്താണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണ്ടേ? നിങ്ങളെ നേതാക്കന്മാർ പോലും അത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നേതാക്കന്മാരെ എഴുതി വെച്ചെന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നു പോകുന്നത്? നിങ്ങളുടെ EK മൗലവിയും MCC മൗലവിയും അതുപോലെ തന്നെ TK മുഹമ്മദ് മൗലവിയും ഒക്കെ എഴുതി വെച്ചത് എന്തേ നിങ്ങൾ മറന്നു പോകുന്നത്? ഇത് നിങ്ങളുടെ കിതാബുൻ അവ്വൽ ഫിൽ അമലിയാത്ത്, നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രമുഖരായ 3 മൗലവിമാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ഗണ്ണിക്കണം. ഇതിന് വിശദീകരണം ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് ഒരു കാലത്ത് തോന്നിയത് പറയുക, പിന്നീട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ അതിനൊരു പുതിയ അപ്ഡേഷൻ കൊണ്ടുവരിക. അതിനപ്പുറത്തേക്ക് ഒരു 20 കൊല്ലം കഴിയുമ്പോൾ ഒരു മൗലവിയുടെ പഠനത്തിൽ കിട്ടിയത് പിന്നെ ഒരു അപ്ഡേഷൻ ആയിട്ട് കൊണ്ടുവരിക. ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യപ്പെടേണ്ടതാണോ മതം എന്നുള്ളത് ഈ സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മതം വെച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷണം നടത്തുന്നത്. നിങ്ങൾ സർവ്വരാരും അംഗീകരിക്കപ്പെടുന്ന വഹാബികൾക്കാണ് ഞാൻ പറയുന്നത്. ഏത് വഹാബി മൗലവിമാരുണ്ടെങ്കിലും ഗ്രൂപ്പുകളുണ്ടെങ്കിലും അവർക്ക് സർവർക്കും അംഗീകാരമുള്ള വഹാബിസം 8 നിലയിൽ പൊട്ടി പല വിഭാഗങ്ങളായി മാറുന്നതിന് മുമ്പുള്ള നിങ്ങളെല്ലാവരും നേതാക്കന്മാരായി കാണുന്ന EK കുഞ്ഞഹമ്മദ് കുട്ടി മൗലവിയും MCC അബ്ദുറഹ്മാൻ മൗലവിയും മൗലവി TK മുഹമ്മദ് മൗലവി, ഈ 3 മൗലവിമാരാണ് ഈ പുസ്തകം ഇവിടെ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളുടെ മദ്രസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അന്ന് കാലത്ത് പഴയ കാലത്ത് നിങ്ങൾ ഇറക്കിയതായ പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിൽ എന്താണ് ഈ മൗലവിമാര് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിച്ചത്? ഇവർ എഴുതി വെച്ചു എന്ന് മാത്രമല്ല, ഒരു കാലത്ത് നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട ആശയമാണിത്. 3-ാം നമ്പർ ഇട്ടുകൊണ്ട് സ്വലാത്തുൻ നഫ്ലി എന്ന അധ്യായത്തിൽ 3-ാമതായി കൊണ്ടുവരുന്ന സുന്നത്ത് നമസ്കാരം തറാവീഹ്. ഇതും ഇശായിന് ശേഷമാണ്, പക്ഷേ റമദാനിൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? തറാവീഹ് റമദാനിൽ മാത്രമല്ല എന്നാണ്. ഇത് റമദാനിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവർ എഴുതി വെച്ചത്. ഇത് 20 റക്അത്ത് ഉണ്ട്. 2 പോയിന്റാ മനസ്സിലാക്കേണ്ടത്. റമദാനിലേ ഉള്ളൂ, ഇത് 20 റക്അത്ത് ഉണ്ട്. ഈ 2 റക്അത്തിലും സലാം വാജിബാണ്. നിങ്ങൾ ഈ കേരളക്കരയിൽ നിങ്ങളുടെ പാഠപുസ്തകമായി പ്രമുഖരായ 3 തലയെടുപ്പുള്ള മൗലവിമാർ പരിശോധിച്ച് എഴുതിയുണ്ടാക്കിയ നിങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ട പാഠപുസ്തകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലാ പറയുന്നത് ഒരു പ്രത്യേക നിസ്കാരം തന്നെയാണ് തറാവീഹ് എന്ന്. അത് റമദാനിൽ മാത്രമാണ് എന്ന്. അത് 20 റക്അത്താണ്. ഇനി വിത്റും തറാവീഹും നിങ്ങൾക്ക് ഒന്നാണല്ലേ. എന്നാൽ ബാബു സ്വലാത്തിൻ നഫ്ലി എന്ന് പറഞ്ഞ ഈ അധ്യായത്തിൽ തന്നെ 2-ാം നമ്പറായി കൊണ്ടുവരുന്നത് ഏതാണ്? വിത്ർ. എന്തേ വിത്റും തറാവീഹും ഒന്നാണെന്നുണ്ടെങ്കിൽ ഇതിനെ 2 നമ്പർ ഇട്ട് പറയേണ്ട ആവശ്യം മൗലവി? നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഇത് 2 നമ്പറാക്കി കൊണ്ടുവരേണ്ട ആവശ്യം? 2 നിസ്കാരങ്ങളായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം? 2-ാം നമ്പർ നിസ്കാരമായിട്ട് കൊടുക്കുന്നു വിത്ർ. അത് കുറഞ്ഞാൽ 1 റക്അത്തും അധികരിച്ചാൽ 11 റക്അത്തുമാണ്. എന്റെ മൗലവി, 1 റക്അത്ത് തറാവീഹ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? 1 റക്അത്തും വിത്ർ നിസ്കരിക്കാലോ? ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചതാണല്ലോ. കിതാബിലേക്കൊന്നും നമ്മൾ പോകണ്ട, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലേക്കൊന്നും പോകണ്ട. നിങ്ങൾ എഴുതി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ പറയാം, 1 റക്അത്താണ് പറഞ്ഞത്. 1 റക്അത്ത് എന്ന് പറഞ്ഞിട്ട് തറാവീഹ് ഉണ്ടോ? അല്ല, ഈ പുതിയ അപ്ഡേഷൻ അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, നിങ്ങളാണ് പറയേണ്ടത്. ഉണ്ടെന്നുണ്ടെങ്കിൽ വിചിത്രമായ വാദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. 1 റക്അത്ത് തറാവീഹ് ഉണ്ടോ മൗലവി? എന്നാൽ 1 റക്അത്തും വിത്ർ നിസ്കരിക്കാമെന്നാണ്. ഈ വിത്റും തറാവീഹും എങ്ങനെ ഒന്നാകുന്നത്? അധികരിച്ചാൽ 11 റക്അത്തുമാണ്. ഇതിന്റെ സമയം ഇശാ നിസ്കാരത്തിന്റെ ശേഷമാകുന്നു. തറാവീഹും വിത്റും 2 നിസ്കാരങ്ങളായി തന്നെ പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ കിതാബുൻ അവ്വൽ ഫിൽ അമലിയാത്ത്. പറയണം, ഞങ്ങൾ പഴയ കാലത്ത് എഴുതിയത് ഞങ്ങളുടെ പ്രമുഖരായ നേതാക്കന്മാരെ എഴുതിയതൊക്കെ ആണെങ്കിലും ഞങ്ങൾ പുതിയ സുന്നഹദോസ് ചേർന്നുകൊണ്ട് മതത്തിൽ പരിഷ്കരണവും അപ്ഡേഷനും വരുത്തിയപ്പോൾ ആ പഴയ നേതാക്കന്മാർ പറഞ്ഞൊക്കെ ഞങ്ങളുടെ ചവിട്ടി പുറത്തിട്ടിരിക്കണ എന്ന് നിങ്ങൾ പറയണം. തുറന്ന് പറയണം. നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഈ അപ്ഡേഷനാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് മറച്ചു വെച്ചുകൊണ്ട് പണ്ഡിതന്മാരെ കുതിര കയറി നിങ്ങൾ നടത്തുന്ന ഈ വൃത്തികെട്ട ആശയപ്രചരണം വളരെ വൃത്തികെട്ടതല്ലേ ഇത്? മുമ്പ് പറഞ്ഞത് മുഴുവനും മറച്ചു വെച്ചും വിഴുങ്ങിയും നിങ്ങൾ നടത്തുന്ന ഈ ആശയപ്രചരണം എത്ര വൃത്തികെട്ടതാണ്. ഈ ആശയപ്രചരണം ഞങ്ങളുടെ മുൻഗാമികളെ തള്ളിക്കൊണ്ടാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ തറാവീഹ് നിസ്കാരം റമദാനിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു കളവുണ്ട്. ദീനിന്റെ പേരിൽ അറിയാത്തത് പറയുക എന്നത് പേടിക്കേണ്ട വിഷയം കൂടിയാണ്. അതെ, ദീനിന്റെ പേരിൽ അറിയാത്തത് പറയുന്നത് നിങ്ങളാണ്. ഒരു കാലത്ത് പറഞ്ഞത് അത് മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തിരസ്കരിച്ചുകൊണ്ട് അത് ഓർമ്മയില്ലാത്ത വിധം സമൂഹത്തിൽ നിന്ന് മൂടി വെച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ ദീനിൽ അറിവില്ലാതെ അജ്ഞത കൈമുതലാക്കിക്കൊണ്ട് ആശയം പറയുന്നവർ മൗലവി നിങ്ങളാണ്. നിങ്ങളെ ഇത് പഠിപ്പിക്കുന്ന ഫൈസൽ മൗലവി അടക്കമുള്ള നിങ്ങളുടെ മൗലവിമാരാണ്.
റമദാനിലല്ലാത്ത സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ചു. അതാണ് ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് എന്ന് പറയുമ്പോൾ അസഹു കിതാബി ബഅദ കിതാബില്ല, അസഹു കിതാബി ബഅദ കിതാബില്ല എന്നല്ല, അങ്ങനെ ഉണ്ടാവില്ല പ്രയോഗം. ഞാൻ തിരുത്തുമ്പോൾ നിങ്ങളെ പരിഹസിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അസഹു കിതാബി ബഅദ കിതാബില്ല എന്നൊരു പ്രയോഗം ഉണ്ടാവില്ല, അത് ശരിയല്ല. അറബി ഗ്രാമർ പ്രകാരം തന്നെ അത് ശരിയല്ല. പിന്നെ എങ്ങനെയാണുള്ളത്? അസഹുൽ കുതുബി ബഅദ കിതാബില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായതും സ്വഹീഹായതും ശരിയായതുമായ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലോകം ഒന്നടങ്കം പറയും അത് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരിയാണ് എന്ന് പറയും. ഒരു സംശയം ഉണ്ടാവില്ല. തീർച്ചയായും ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി തന്നെയാണ് അസഹുൽ കുതുബി ബഅദ കിതാബില്ല. പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ഏറ്റവും പ്രാമാണികമായ ഗ്രന്ഥം അത് സ്വഹീഹുൽ ബുഖാരി തന്നെയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ തഹജ്ജുദ് നിസ്കാരത്തെയും വിത്ർ നമസ്കാരത്തെയും ഖിയാമുൽ ലൈലിനെയും എല്ലാം ഒന്നാക്കി എന്നുള്ളത് തീർത്തും അബദ്ധജടിലമായ നിങ്ങളുടെ വാദമാണ്. അത് സ്വഹീഹുൽ ബുഖാരിക്ക് നേരെയുള്ള ദുരാരോപണമാണ്. ഇത് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് മൗലവി. നിങ്ങളോട് ഇത് പറയല്ലാന്ന് വൃത്തിയില്ല. കാരണം നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇമാം ബുഖാരിയുടെ സ്വഹീഹിനെയാണ്. എന്തുകൊണ്ടെന്നാൽ തറാവീഹിനെയും വിത്രിനെയും വേറെ വേറെയായിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുന്നത്. അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ എങ്ങനെയാണ് അവർ ഈ നിസ്കാരങ്ങളെ പരിചയപ്പെടുത്തിയത്? അവർ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു പ്രത്യേക അധ്യായം തന്നെ കൊണ്ടുവരുന്നു. കിതാബു സ്വലാത്തി തറാവീഹ്, തറാവീഹ് നമസ്കാരത്തെ കുറിച്ച് പറയുന്ന അധ്യായം. കണ്ടോ, തറാവീഹ് എന്ന് പറഞ്ഞ വേറെ തന്നെ നമസ്കാരം ഉണ്ട്. അല്ല എങ്കിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കൊണ്ടുവരുമോ? വത്തറാവീഹു ജംഉ തർവീഹത്തിൻ, തറാവീഹ് തർവീഹത്തിന്റെ ജംആണ്, ബഹുവചനമാണ്. വഹിയ അൽ മർറത്തുൽ വാഹിദത്തു മിർ റാഹ, റാഹത്തിൽ നിന്നുള്ള ഒരു തവണ എന്നാണ് തർവീഹത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുമ്മിയത്തി സ്വലാത്തു ഫിൽ ജമാഅത്തി ഫീ ലയാലി റമളാൻ അത്തറാവീഹ്, എന്റെ പരിശുദ്ധ റമളാനിലുള്ള ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന ഈ നിസ്കാരത്തിന് തറാവീഹ് എന്ന് പേര് ലഭിക്കാൻ കാരണം, ആ ഒരു കാരണം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ ചെയ്യില്ല മൗലവി. നിങ്ങൾ ആളുകൾ ഈ വാദം വാദിക്കില്ല. തറാവീഹ് എന്നുള്ള ഒരു പ്രയോഗത്തിൽ തന്നെ അത് 8 ആകാൻ പാടില്ല, അത് 11 ആകരുത് എന്നുള്ളതിന്റെ തെളിവുണ്ട്. അത് ചിന്തിക്കുന്നതിന്റെ ഭാഷ ചിന്തിച്ചാൽ തന്നെ കിട്ടും. ഒരു ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞാൽ കഥല്ലാതെ പ്രയോഗം നടത്തില്ലല്ലോ. തർവീഹത്തിന്റെ ബഹുവചനമാണ് തറാവീഹ്. എന്താ ഒരു തർവീഹത്ത് എന്ന് പറഞ്ഞാൽ? ലിഅന്നഹും അവ്വല മജ്തമഉ അലൈഹാ കാനൂ യസ്തരിഹൂന ബൈന കുല്ലി തസ്ലീമത്തൈൻ, അവർ ആദ്യകാലങ്ങളിൽ തറാവീഹ് നമസ്കരിക്കുമ്പോൾ എല്ലാ 2 സലാം വീട്ടുമ്പോഴും 2 സലാം, അതായത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു സലാം വീട്ടും, മറ്റൊരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വീണ്ടും സലാം വീട്ടും. ഇങ്ങനെ 2 സലാം വീട്ടുമ്പോൾ 4 റക്അത്താവും. ഈ 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ കാനൂ യസ്തരിഹൂന, അവര് റാഹത്ത് എടുക്കുമായിരുന്നു, അവർ വിശ്രമം നേടിയിരുന്നു. ഇങ്ങനെയുള്ള വിശ്രമത്തിനാണ് തർവീഹത്ത് എന്ന് പറയുന്നത്. 4 റക്അത്ത് നിസ്കരിച്ചാൽ എടുക്കുന്ന വിശ്രമത്തിനാണ് തർവീഹത്ത്. ഇനി മനസ്സിലാക്കണം, ഈ തർവീഹത്തിന്റെ ബഹുവചനമാണെന്ത്? തറാവീഹ്. ഒരു ബഹുവചനമാകണമെങ്കിൽ 3 തവണയെങ്കിലും ആവർത്തിക്കണ്ടേ മൗലവി? 3 വേണ്ടേ? 3 ഒരു ബഹുവചനത്തിൽ നമ്മൾ പരിഗണിക്കുന്നത് ചുരുങ്ങിയത് 3 വേണ്ടേ? എങ്കിൽ 3 തർവീഹത്ത് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 12 റക്അത്ത് വേണ്ടേ? ആ 12 റക്അത്ത് ഭാഷാ പ്രയോഗത്തിൽ തന്നെ അത്യാവശ്യമായ ഒരു തറാവീഹിനെ കുറിച്ച് എങ്ങനെ നിങ്ങൾ 8 എന്ന് പറയുന്നത്? 8 3 11 എന്ന് പറയുന്നത് അത് ആ ഭാഷാ പ്രയോഗത്തിന് തന്നെ നിരക്കാത്തതാണ്. അത് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ വിശദീകരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു നടത്തുന്നുണ്ട്. പണ്ഡിതന്മാരൊക്കെ ഈ പദത്തെ എടുത്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു. അപ്പൊ തറാവീഹ് എന്നുള്ള നിസ്കാരം ഇല്ല എന്നത് 1 നമ്പർ അബദ്ധം. 2, തറാവീഹ് എന്ന പേരുള്ള നിസ്കാരമാണ് ആ നിസ്കാരം എന്ന് സ്ഥിരപ്പെടുന്നതോടുകൂടെ തന്നെ അത് സ്ഥിരപ്പെട്ടു. എന്തുകൊണ്ട്? ഈ നിസ്കാരത്തെ കുറിച്ച് പ്രത്യേകമായി അധ്യായം കൊടുക്കുന്നത് കിതാബു സ്വലാത്തി തറാവീഹ്. നിങ്ങൾ പറഞ്ഞ പരിചയപ്പെടുത്തിയ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്ന പരിശുദ്ധ സ്വഹീഹുൽ ബുഖാരിയിലാണ് അധ്യായം കൊടുക്കുന്നത് കിതാബു സ്വലാത്തി തറാവീഹ്. അപ്പൊ അങ്ങനെ തന്നെ നിസ്കാരം ഉണ്ട്. ആ നിസ്കാരം ഉണ്ട് എന്ന് വന്നാൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കണം, ആ പ്രയോഗം കൊണ്ട് തന്നെ അത് 8 ആകാൻ പാടില്ല, 11 ആകാൻ പാടില്ല എന്ന് ഭാഷാപരമായി ചെറിയൊരു വിവരമുള്ളവൻ പറയുക തന്നെ ചെയ്യും. അദ്ദേഹം കൊണ്ടുവരികയാണ് മാക്കാന യസീദു ഫി റമളാൻ വലാ ഫി ഗൈരിഹി അല 11 റക്അ. 2012 ഹദീസാണ്. അദ്ദേഹം പറയാണ് റമളാനിലോ അല്ലാത്ത മാസത്തിലോ. അപ്പൊ റമളാനിലും തറാവീഹുണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അതിൽ നിന്ന് തന്നെ കിട്ടി. ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി റമളാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്, റമളാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹുണ്ട്. അത് നിങ്ങളെ വിശദീകരണം. മാകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. 11നേക്കാൾ കൂട്ടാറില്ല. എപ്പോ? റമളാനിലോ അല്ലാത്തപ്പോയോ. റമളാനിലോ അല്ലാത്തപ്പോയോ. അപ്പൊ റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ടോ എന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യം ഇവർക്ക് കൊല്ലിക്ക് കൊള്ളുന്നതാണ്. അതുകൊണ്ട് അതിന് പരിഹാരം എന്താ? ചെരുപ്പിനനുസരിച്ച് കാര്യത്തിന് ഒരു നിലക്കും ലോകത്തിന് കേട്ട് കേൾവില്ലാത്ത മനുഷ്യർ ഭൂലോകത്ത് നെട്ടിത്തരിക്കുന്ന ആശയോട് പറയുന്നേ തറാവീഹ് റമളാൻ അല്ലാത്തപ്പോൾ ഉണ്ട്. റമളാൻ അല്ലാത്തപ്പോൾ മൗലവി തറാവീഹ് ഉണ്ടോ എന്ന് ചോദ്യം വരും. ഈ ഹദീസ് തെളിവാക്കിയാൽ അതിന് വിശദീകരണമാണ് റമളാൻ
റമദാൻ അല്ലാത്തപ്പോഴും തറാവീഹ്. ഇതാരെ വിശദീകരണമാണ് മൗലവി? നിങ്ങളെ വിശദീകരണമല്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു, വളരെ മാന്യമായി വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരണം അതിലുദ്ധരണി. തറാവീഹ് റമദാൻ അല്ലാത്തപ്പോൾ ഉണ്ടെന്ന് പറയുന്ന പ്രാമാണികമായ ഒരു ഉദ്ധരണി. പരിശുദ്ധ ദീന് പഠിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഏതെങ്കിലും ഒരു ഇമാം പരിശുദ്ധ റമദാൻ അല്ലാത്തപ്പോൾ ഒരു തറാവീഹ് ഉണ്ട് എന്ന വാദം ഏതെങ്കിലും ഒരു ഇമാം നടത്തിയ, നിങ്ങളെ മൗലവിമാരെ കിട്ടണ്ട, നിങ്ങളെ ലജ്നന്റെ ഫത്വ കിട്ടണ്ട, അതൊക്കെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആൾക്കാരുടെ ഇടയിലാണ് ഉപയോഗിച്ചോളി. അത് നിങ്ങൾക്ക് റാഹത്തോ? ഈ ഇമാമിങ്ങളെ മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ വിട്ടിട്ടേ നിങ്ങൾക്ക് ലജ്നന്റെ ഫത്വയും ഇബ്നു വാസിന്റെ ഫത്വയും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഫത്വയൊക്കെ കാരണം നിങ്ങൾക്ക് വലുത്. അതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. മറിച്ച് പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പരിശുദ്ധമായ റമദാൻ അല്ലാത്തപ്പോൾ തറാവീഹ് ഉണ്ട് എന്ന് പറഞ്ഞതായി തെളിയിച്ചാൽ നിങ്ങൾ പറയണ പണി ഞാൻ ഇല്ലാതെ നിങ്ങൾ കടുത്ത ദുർവ്യാഖ്യാനമാണ് നടത്തുന്നത്. പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ പച്ചയായ ദുർവ്യാഖ്യാനം നടത്തുകയാണ് നിങ്ങൾ. എന്താണ് ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്? നിങ്ങളെ വിശദീകരണം ആവശ്യമില്ല. ഈ ഹദീസ് വിശദീകരിക്കാൻ യോഗ്യരായവർ വിശദീകരിച്ചിട്ടുണ്ട്. എന്തേ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചത്? മഹാനായ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇർശാദു സാരിയിൽ എന്താണ് ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയത്? വഅമ്മാ ഖൗലു ആയിഷത്തൽ ആതി ഫീ ഹാദൽ ബാബി ഇൻഷാ അല്ലാഹു തആല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ഈ ബാബിൽ ഇൻഷാ അല്ലാഹ് വരും. അവർ ആ ബാബിൽ ചർച്ച ചെയ്യുകയാണ്. ഏതാണ് ആ ഹദീസ്? മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അതൻ. നിങ്ങൾ വായിച്ച ഹദീസ്. ആ ഹദീസ് അവർ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇനി വരാൻ പോകുന്ന ആ ഹദീസ് ഉണ്ടല്ലോ, ഫഹമലഹു അസ്ഹാബുനാ അലൽ വിത്രി. നമ്മുടെ അസ്ഹാബ് ആ ഹദീസിനെ ചുമത്തിയത് വിത്റിന്റെ മേലിലാകുന്നു. നിങ്ങളൊന്ന് പറയും, ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ആണോ ഹദീസ് വിശദീകരിക്കേണ്ടത്, അതോ നിങ്ങളാണ്? അതല്ല, നിങ്ങളെ പഠിപ്പിച്ച മൗലവിമാരാണ്, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരാണ്. ലോകം കേൾക്കണം ഇത്. ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിനാണോ അത് വിശദീകരിക്കാൻ യോഗ്യതയുള്ളത്? ഇവർക്കാണ്. സ്വഹീഹുൽ ബുഖാരിക്ക് വ്യക്തമായ വിശദീകരണം എഴുതിയ ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഫഹമലഹു അസ്ഹാബുനാ അലൽ വിത്രി. നമ്മുടെ അസ്ഹാബ് ആ ഹദീസിനെ വിത്റിന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഈ വിശദീകരണല്ലേ മൗലവി നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ വിശദീകരണത്തിന് എവിടെ പ്രമാണം? ഞാനതാ ചോദിക്കേണ്ടി വരുന്നത്. നിങ്ങൾ തറാവീഹ് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ ഉണ്ട് എന്നുള്ള പച്ചയായ കള്ളമാണ് പറഞ്ഞത്. അതിനെവിടെ പ്രമാണം? നിങ്ങൾ ഹാജരാക്കിയേ പറ്റുള്ളൂ. പരിശുദ്ധമായ തറാവീഹ് നമസ്കാരത്തെ കുറിച്ചല്ല ഹദീസിൽ പരാമർശം എന്നുള്ളത് എന്റെ വകയല്ല ഞാൻ പറഞ്ഞത്. സ്വഹീഹുൽ ബുഖാരിയെ വിശദീകരിച്ച ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണമാണ് ഞാൻ അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയാണ് റമദാനിലോ അല്ലാത്ത മാസത്തിലോ. അപ്പൊ റമദാനിലും തറാവീഹ് ഉണ്ട്, അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്നും അദ്ദേഹം കൊടുത്ത ബാബിൽ നിന്നും കൃത്യമായി കിട്ടി. അതിൽ നിന്ന് തന്നെ കിട്ടി. ഈ ഹദീസ് അവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ കിട്ടി. റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട്, റമദാനിലും അല്ലാത്ത മാസത്തിലും തറാവീഹ് ഉണ്ട്. തറാവീഹ് നമസ്കാരം റമദാൻ അല്ലാത്തപ്പോൾ നാട്ടുകാർ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഈ സാധാരണക്കാരായ നാട്ടുകാരോട് നിങ്ങൾ പറഞ്ഞു നോക്കി. നിങ്ങൾ എന്താ ഒരു കാറ്റ്? ഞാനിത് ഒന്നും പറയുന്നില്ല, ഞാനും വിമർശനവും പരിഹാസവും നിങ്ങൾ നടത്തുന്നില്ല. ഈ നാട്ടുകാർക്കിടയിലേക്ക് സാധാരണക്കാർക്കിടയിലേക്ക് ഒന്ന് ഇറങ്ങി നിങ്ങളൊന്ന് പറഞ്ഞു റമദാൻ അല്ലാത്തപ്പോൾ തറാവീഹ് നിങ്ങൾ എന്താ അവർ ഏത് കേന്ദ്രത്തിലാണ് കൊണ്ടുപോകുക?